താണിശ്ശേരി പാലം നിർമ്മാണത്തിന്റെയും മുരിയാട് കായൽ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികളുടെയും കാര്യത്തിൽ ഇരിങ്ങാലക്കുട എംഎൽഎ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ നിഷ്ക്രിയ നിലപാടുകളിൽ പ്രതിഷേധിച്ച് എംഎൽഎ ഓഫീസിനു മുന്നിൽ കർമ്മബോധന സത്യാഗ്രഹം നടത്തി. കർഷക മുന്നേറ്റം നേതാവ് ശ്രീ വർഗീസ് തൊടുപറമ്പിൽ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. മുരിയാട് കായൽ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും താണിശ്ശേരിയിൽ പാലം നിർമ്മിക്കുന്നതിനും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് എംഎൽഎ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. താണിശ്ശേരി പാലം കർമ്മസമിതി പ്രസിഡന്റ് ശ്രീ ശങ്കരൻ പെരുമ്പിള്ളി, കൺവീനർമാർ കെ വി ജോഷി, കെ എസ് രാജൻ, അശോകൻ, കെ എ കുഞ്ഞൻ എന്നിവർ പങ്കെടുത്തു. ഇതാണ് ഇരിങ്ങാലക്കുടയിലെ അവസ്ഥ. രാഷ്ട്രീയ നേതൃത്വമില്ലാതെ ഒരു തരം എന്റെ നാശത്തിലേക്കാണ് ഇരിങ്ങാലക്കുട പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയോ, ഈ സമരമായിട്ട് വിഷയമില്ലെങ്കിലും ചിന്തിക്കണം. മുകുന്ദപുരം നിയോജകമണ്ഡലം എന്ന പേര് പോയി നമുക്ക് എല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. മുകുന്ദപുരം ലോക്സഭാ മണ്ഡലം എന്ന പേര് മാറി. അതിന്റെ പേര് ഏതാ വരേണ്ടതായിരുന്നത് ഒന്ന് ആലോചിക്കണം. കാരണം ഇരിങ്ങാലക്കുട എന്ന പേര് വരണം. കാരണം മുകുന്ദപുരം കാര്യമില്ല, ആസ്ഥാനം ഇരിങ്ങാലക്കുട. രസകരമായ വസ്തുതയുണ്ട്. ഇപ്പോ കയ്പമംഗലം ഇരിങ്ങാലക്കുടയുടെ ഏത് ഭാഗത്താ? പടിഞ്ഞാറ് ഭാഗത്താ. പക്ഷേ കയ്പമംഗലം വരുന്ന സ്ഥലം ചാലക്കുടി നിയോജകമണ്ഡലത്തില. നമ്മൾ ഇരിങ്ങാലക്കുടക്കാര് തൃശൂർ നിയോജകമണ്ഡലത്തില. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഇരിങ്ങാലക്കുടയിൽ നടക്കുന്നത്? ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ ജനങ്ങള്? ഒരിക്കലുമില്ല. ഈ ആമ്പാറ്റകളെ പോലെ സമ്പത്തുള്ള അധികാരികൾക്ക് ചുറ്റും ഇങ്ങനെ